ഹായ് ഓൾ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം എന്താണ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലെവൽ ഓഫ് അവയർനെസ് അതിനെ കുറിച്ച് പറയാനാണ് ഞാനിന്ന് ശ്രമിക്കുന്നത്. അപ്പം ഈ ലോകം മുഴുവൻ എടുത്തു നോക്കിയാല് ഇതിലെ പാർക്കുന്ന ജനങ്ങൾ എടുത്ത് നോക്കിയാൽ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ബോധതലത്തിലാണ് ഇവരെല്ലാവരും ജീവിക്കുന്നത് എന്ന് പറയും. ഓക്കെ. അപ്പൊ ഈ ബോധതലം എന്ന് പറയുന്നത് നമ്മുടെ മാനസികാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഏത് മാനസികാവസ്ഥയിലാണോ അതുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മുടെ ബോധതലം. അപ്പം ഈ ഒരു ബോധതലത്തിന് നമ്മൾ ഈ മനുഷ്യർക്ക് എല്ലാവരിലും ഉണ്ടാകുന്ന ഈ ഒരു ബോധത്തിനെ നമുക്ക് ഒരു സ്കെയില് വെച്ചിട്ട് അളക്കാൻ പറ്റുന്നതാണ്. അതായത് 0 to 1000 എന്ന ഒരു സ്കെയില് വെച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായ തലത്തിൽ നമുക്ക് ഈ മനുഷ്യന്മാരുടെ ബോധത്തിനെ നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഡേവിഡ് ഹോക്കിൻസ് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് വെളിപ്പെടുത്തുന്നത്. അപ്പം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആക്ച്വലി ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ മാനസികാവസ്ഥ അപ്പം നമ്മളെല്ലാവരെയും ഓരോ ലെവൽ ഓഫ് എനർജിയിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ചിലർ നോക്കുമ്പോൾ നമ്മൾ പറയും അവർ ഭയങ്കര വൈബാണ്, നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് ഇരിക്കാം, അതാവുമ്പോൾ നല്ല ഫണ്ണായിരിക്കും എന്ന് പറയും. ഓക്കെ. എന്നാൽ ചിലരുടെ അടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ പറയും എന്ത്, അപ്പൊ അവിടേക്ക് പോകണ്ട, അവൻ ആകെ തകർന്ന് തരിപ്പണായി നിൽക്കുകയാണ്, അവിടെ പോയാൽ അവന് നമ്മൾ പറയുന്നത് എന്തെങ്കിലും വിഷമായാലോ അല്ലെങ്കിൽ അവനാളത്ര ആ ഒരു മൂഡിലല്ല. ഓക്കെ. അപ്പൊ ഇതൊക്കെ പറയുന്നത് അവരുടെ മാനസികാവസ്ഥയെ കമ്പയർ ചെയ്ത് വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി ഈ മാനസികാവസ്ഥ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി നോക്കേണ്ടത്. അപ്പൊ നമ്മളെ എനർജി, ഈ ഹ്യൂമൻസിന് എല്ലാവർക്കും എനർജി ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു എനർജി ടേംസിലാണ് പൊതുവെ നമ്മൾ ഈ യൂണിവേഴ്സ് തന്നെ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സ് ഇസ് ഫുൾ ഓഫ് എനർജി. അപ്പൊ ആ എനർജിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെ നമ്മൾ നോക്കിക്കാണുമോ അതിനനുസരിച്ചാണ് നമ്മുടെ കാഴ്ചപ്പാട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഹ്യൂമൻസിന് എല്ലാവർക്കും ഒരേ തരത്തിലാണ് എനർജി ഉള്ളത്. പക്ഷെ ഈ എനർജി എങ്ങനെ ഒരാൾ യൂട്ടിലൈസ് ചെയ്യുന്നു, എങ്ങനെ ഒരാൾ പുറത്തേക്ക് വിടുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അയാളുടെ മാനസികാവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ എനർജിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇമോഷൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇമോഷൻസ് എന്ന് പറയുന്നത് എനർജി ഇൻ മോഷൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മളെ എനർജി നമ്മളെ ഉള്ളിലുള്ള എനർജി എന്താണോ അത് കാണിക്കുന്നത് നമ്മൾ വ്യത്യസ്തമായ നമ്മുടെ ഇമോഷൻസിലൂടെയാണ്. ഒരുപാട് ഇമോഷൻസ് ദൈവം നമുക്ക് മനുഷ്യന്മാർക്ക് തന്നിട്ടുണ്ട്. അത് ദേഷ്യം, സങ്കടം, സന്തോഷം, ഗിൽട്ട്, ഷെയിം, പേടി, വെറുപ്പ്, വിദ്വേഷം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇമോഷൻസ് തന്നിട്ടാണ് ദൈവം നമ്മളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞത്. എന്തിന് ഈ ഇമോഷൻ തന്നു എന്ന ചോദ്യത്തിന് നമുക്ക് പറയാൻ പറ്റുക എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കുറെ ഫീലിങ്സ് ഉണ്ടാവും. ആ ഫീലിങ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ഈ ഏതെങ്കിലും ഇമോഷൻസ് വെച്ചിട്ടാണ്. അപ്പൊ ഈ ഇമോഷന് വെച്ചിട്ട് നമുക്ക് അയാളിൽ അപ്പൊ നിലകൊള്ളുന്ന എനർജിയെ നമുക്ക് അളക്കാനും പറ്റുന്നതാണ്. അപ്പൊ ആക്ച്വലി എനർജി ടേംസിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരാളുടെ എനർജി ഹൈ ആവുകയോ ഒരാളുടെ എനർജി ചീത്ത മീൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും വേർതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാല് എനർജിന്ന് ഒരിക്കലും ഗുഡ് ഓർ ബാഡ് എന്നുള്ള ആ ഒരു കാറ്റഗറൈസേഷൻ ക്ലാസിഫിക്കേഷൻ ഇല്ല. എനർജി എപ്പോഴും എനർജിയാണ്. അത് നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് അതിന് നമ്മൾ ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് തോട്ടിൽ നിൽക്കുകയാണെങ്കിൽ, ഹൈ വൈബ്രേഷനിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും നമ്മൾ ഭയങ്കര എനർജറ്റിക് ആണ് എന്ന് പറയും. പക്ഷെ അതേസമയം നമ്മൾ സങ്കടത്തിൽ വേദനയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പറയും എനിക്ക് തീരെ എനർജി ഇല്ല എന്ന് പറയും. ആക്ച്വലി നമ്മളെല്ലാവരുടെ ഉള്ളിലും എനർജി ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് ഓഫ് സെയിം. കാരണം നമുക്കറിയാം, നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ട് എനർജി ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അപ്പൊ എനർജി എല്ലാവരുടെ ഉള്ളിലും ഒരേ തോതിലുണ്ട്. പക്ഷെ ആ എനർജിയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ പുറത്തേക്ക് വിടുന്ന വൈബ്രേഷന് മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ എനർജി ഈസ് കണക്റ്റഡ് ടു ദി ബോധതലം ഓഫ് അസ് എന്നുള്ളതാണ്. അപ്പൊ പല ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് നമുക്കുണ്ട്. അപ്പൊ ഈ ഡേവിഡ് ഹോക്കിൻസ് പറയുന്ന മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ 17 ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഈ 17 ലെവലിൽ ഏതെങ്കിലും ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലായിരിക്കും
ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇതാണ് ഈ 17 ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇത് ഡേവിഡ് ഹോക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിസീഷ്യന് തന്റെ കുറെ കാലങ്ങളുള്ള റിസർച്ചിലൂടെ പുറത്തു വിട്ടിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇതില്. അപ്പൊ ഇതിൽ നോക്കൂ, ഏറ്റവും താഴെ കിടക്കുന്നത് ഷെയിം ആണ്. ഇതിന്റെ ഫ്രീക്വൻസി ഇതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നത് വെച്ചാൽ 0 to 1000 ലെവലിലാണ് ഇത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ ഏറ്റവും താഴെ ഉള്ളതാണ് 0, ഏറ്റവും ഹൈ ഉള്ളതാണ് 1000 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സീറോ എന്ന് പറയുന്നത് ആക്ച്വലി എനർജി ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ സീറോ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ മരിച്ച അവസ്ഥയാണ്, അല്ലെങ്കിൽ മരണാവസ്ഥയാണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത്. കാരണം നമ്മൾ മനുഷ്യന് എന്താണ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ ആൻഡ് എനർജി. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും അതിലൊരു പദാർത്ഥ സ്വഭാവം ഉണ്ടാവും, ഊർജ്ജ സ്വഭാവം, അല്ലെ? അപ്പം ഇത് രണ്ടും കൂടെ യോജിക്കുമ്പോഴാണ് അതിന് ജീവനുണ്ട് എന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ അതിന് ജീവനുണ്ട് എന്ന് നമ്മൾ പറയാം. അപ്പം ഈ ജീവനുള്ള വസ്തുക്കളിൽ നിന്നും ആ ഒരു എനർജി ഒഴിവായി പോകുമ്പോൾ അത് ഡെഡ് എന്ന് നമ്മൾ പറയും, അല്ലെ? അപ്പോൾ സീറോ ഫ്രീക്വൻസിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും അതൊരു ഡെഡ് സ്റ്റേറ്റ് ആണെന്ന് പറയും. ഓക്കെ. ഇനി ആ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ലെവൽ ഓഫ് തിങ്കിങ്ങും കൂടും, നമ്മളെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് കൂടും, നമ്മളെ തോട്ട്സിന്റെ, നമ്മൾ ചിന്തിക്കുന്ന രീതി, നമ്മുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട്, അതെല്ലാം നല്ലൊരു പോസിറ്റീവ് ഷിഫ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഏറ്റവും താഴ്ന്നു കിടക്കുന്നത് സീറോ കഴിഞ്ഞാൽ പിന്നെ 20 ആണ്. ഈ 20 എന്ന് പറയുന്നത് ഷെയിം ആണ്. ഷെയിം സൂചിപ്പിക്കുന്ന അപമാനം, ലജ്ജ തുടങ്ങിയ കാര്യങ്ങളാണ് ആക്ച്വലി ഷെയിമിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരാളെ ലൈഫ്, ആ ഒരു അവസ്ഥയിലാണ് അയാള് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെച്ചാല് അയാളെ എന്താണ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് അയാളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. വളരെ ദയനീയവും മിസറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത്. അതിന്റെ തൊട്ടു മുകളിലുള്ള കേസാണ് 30 ഫ്രീക്വൻസിയിൽ വരുന്ന ഗിൽട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് സ്വയം കുറ്റപ്പെടുത്തുന്നത്, മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ് ആണ് ആക്ച്വലി ഗിൽട്ട് എന്ന് പറയുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. താൻ ചെയ്തു പോയ തെറ്റുകൾ കൊണ്ട് സ്വയം കുറ്റപ്പെടുത്തുന്നതും, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് കാരണക്കാരൻ മറ്റുള്ളവരാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും ആവാം ഈ ഗിൽട്ട് സ്റ്റേറ്റിൽ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അപ്പാതി, അതായത് ഹോപ്പ്ലെസ്നെസ്, അതായത് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെ എങ്ങനെയൊക്കെയോ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ. പിന്നെ ഒരു 75 ഫ്രീക്വൻസിയിലൊക്കെ എത്തുമ്പോൾ ഗ്രീഫ് വരും. അപ്പൊ നമുക്ക് എന്താണ്, സങ്കടങ്ങള്, പശ്ചാത്താപം, ദുരന്തമായിട്ടുള്ള ഒരു ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവാന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് 100 എന്ന് വരുന്നത്. ഈ 100 എന്ന് പറഞ്ഞാല് പേടിയുള്ള ഒരു സ്റ്റേജ് ആണ്. എല്ലാത്തിനോടും പേടി, ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ 100 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ അത് കഴിഞ്ഞിട്ട് ഡിസയർ എന്ന് പറയുമ്പോൾ 125 ഫ്രീക്വൻസിയിൽ വരുന്നതാണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചൊരു പല ആൾക്കാരും, മിക്ക ആൾക്കാരും നിൽക്കുന്ന കുറച്ച് സ്റ്റേജസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പൊ ഫിയർ കഴിഞ്ഞാൽ പിന്നെ ഡിസയർ ആണ് വരിക. ഈ എല്ലാത്തിനോടും പേടിയുള്ള ആൾക്കാര്, ഈ പേടി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരിലേക്ക് വരുന്നത് ഈ ഇമോഷൻ എന്ന് പറയുന്നത് നേടിയെടുക്കാനുള്ള ആഗ്രഹങ്ങളാണ്. അപ്പൊ പലതും പേടിയുള്ളത് കൊണ്ടായിരിക്കും അവർ ജീവിതത്തിൽ ഇങ്ങനെ പിന്നോട്ടേക്ക് പോകുന്നതെന്ന് പറയും, അല്ലെ? അപ്പൊ അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അത് അവരുടെ ഉള്ളിലെ പേടി കൊണ്ടാണ്. അപ്പൊ ഈ മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് പല തിരിച്ചറിവുകൾ കിട്ടും. ഓ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇത് എന്റെ പേടി മൂലമാണ് എന്ന കുറച്ച് തിരിച്ചറിവുകളൊക്കെ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരൊരു മാറ്റം താനെ ആഗ്രഹിക്കും എന്നുള്ളതാണ്. അവരിൽ ചെറുതായിട്ട് ആഗ്രഹങ്ങളൊക്കെ മുളപൊട്ടി വരും. എന്റെ ലൈഫ് ചേഞ്ച് ചെയ്യണം, എനിക്ക് മാറണം, എനിക്ക് ഇനിയും ഉന്നതങ്ങളിലേക്ക് എത്തണം എന്നുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പൂവണിയാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണ് ഈ 125 എന്ന് പറയുന്നത്. അവിടെയാണ് ആക്ച്വലി നമ്മളെ മിക്ക മോട്ടിവേഷണൽ സ്പീക്കേഴ്സും കൈകാര്യം ചെയ്യുന്നു ആ മോട്ടിവേഷണൽ സ്പീക്ക് എഫക്റ്റീവ് ആവുന്നത്. കാരണം അത് കേൾക്കുമ്പോൾ കിട്ടുന്ന തിരിച്ചറിവ് മൂലം അവർക്ക് മാറാനുള്ള ആഗ്രഹം. അങ്ങനെ ഈ മാറാനുള്ള ആഗ്രഹം കൊണ്ട് അവരവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ കുറേ ആക്ഷൻസ് എടുക്കുകയും ചെയ്യും. അങ്ങനെ ഈ ആക്ഷൻസ് എടുക്കുമ്പോൾ ഈ 2-3 ദിവസമൊക്കെ അതിങ്ങനെ പോകും. ഇപ്പൊ നമ്മൾ പറയല്ലേ, മോട്ടിവേഷൻ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആകെ ഒരു 4 ദിവസമൊക്കെ ഉണ്ടാവും, പിന്നെ അതിന്റെ കാറ്റ് ഒഴിഞ്ഞെന്ന് നമ്മൾ പറയും. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ആഗ്രഹം മൂത്ത് നമ്മൾ ഇങ്ങനെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തുനിയാൻ നിൽക്കുമ്പോൾ
ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന, ഇതിനെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഉള്ളിലുണ്ടാവും. നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ തരണം ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ശരിക്കും ഈ ആൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ മോട്ടിവേഷണൽ കുത്തിക്കയറ്റി നമുക്ക് ഒരു ഹൈ എനർജി, ഹൈ പോസിറ്റീവ് തിങ്കിങ് കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുമെങ്കിൽ കൂടി അതിന് മുന്നോട്ടേക്ക് പോകാനുള്ള ശേഷി ഉണ്ടാവില്ല എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ആക്ഷൻസ് എടുക്കുമ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ബോധം വരുമ്പോൾ അവർക്ക് സ്വയം അവരോട് ഇങ്ങനെ ദേഷ്യം വരും. ഒരു പൊട്ടിത്തെറിയുള്ള സ്റ്റേജിലായിരിക്കും. മിക്ക ആൾക്കാരെയും നമുക്ക് കാണാം. ഒരു മാറ്റം ആഗ്രഹിച്ച് ഒരു മാറ്റത്തിന് വേണ്ടി കുറേ പരിശ്രമിക്കുമ്പോൾ ഈ മാറ്റങ്ങളൊന്നും തന്റെ വഴിയിലേക്ക് വരുന്നില്ല. എനിക്ക് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലൊക്കെ എത്തുമ്പോൾ അവർക്ക് എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ചുറ്റുമുള്ളവർ ദേഷ്യപ്പിടിപ്പിക്കാനായിട്ട് തന്നെ നടക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലായിരിക്കും അവരെപ്പോഴും ഉണ്ടാവാന്ന്. അത് കഴിഞ്ഞിട്ടാണ് പ്രൈഡ് എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. ഓക്കെ, ഈ പ്രൈഡ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇവിടെ ഒരു ബാർ കാണാം അല്ലെ. അപ്പൊ ഈ ബാറാണ് ആക്ച്വലി ഈ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതിനെയും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതിനെയും മാറ്റി കുറിക്കുന്ന കാര്യം എന്നുള്ളതാണ്. ഇവിടെയാണ് ആക്ച്വലി ഈ ഡിഫറൻഷിയേഷൻ വരുന്നത്. ഈ ലോകത്തിലെ മൊത്തം ജനങ്ങളെ എടുത്തു നോക്കിയാൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, അതായത് അറൌണ്ട് 70 to 80% ഓഫ് ദ പീപ്പിളും ഈ 200 ബിലോ ഉള്ള ഫ്രീക്വൻസിയിലായിരിക്കും ജീവിക്കുന്നത്. അതായത് അവരുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും ഇങ്ങനെ കടന്നു പോയിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഒറ്റ സെക്കൻഡേ. ഓക്കെ, അപ്പം ഈ ഒരു ബാറാണ് ആക്ച്വലി ഒരു മനുഷ്യന്മാരുടെ ജീവിതത്തിൽ അവരുടെ ബോധതലത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, വേർതിരിക്കുന്ന കാര്യം. അത് ബിലോ 200 ഫ്രീക്വൻസിയിൽ വരികയാണെങ്കിൽ നമ്മൾ പറയും അവരുടെ ജീവിതം ആക്ച്വലി നരക തുല്യാണെന്ന് പറയും. കാരണം അവര് ജീവിക്കുന്നത് എപ്പോഴും ബ്ലെയിമിലായിരിക്കും, സംശയത്തിലായിരിക്കും, പേടിയിലായിരിക്കും. ഈ ഒരു മാനസിക തലത്തിൽ നിന്നുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവരെ സറൗണ്ടിങ്ങിലും അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതേപോലെ പൊട്ടിത്തെറിച്ച് ദേഷ്യം പിടിച്ച് മറ്റുള്ളവരോട് വെറുപ്പ് കാണിച്ച് എന്റെ ജീവിതം എന്താണ് ഇങ്ങനെ, എനിക്ക് ഇതിൽ നിന്നും ഒരു മോചനമില്ലേ, എനിക്ക് കിട്ടുന്ന അനുഭവങ്ങളെല്ലാം എന്നെ ദുരിതത്തിലാക്കുന്നു. അങ്ങനെ വളരെ ദയനീയവും ശോചനീയവുമായ ഒരു ജീവിതത്തിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് എന്നുള്ളത്. അവർക്ക് എവിടെ നോക്കിയാലും അവർക്ക് ഹോപ്പ്ലെസ്നെസ് അല്ലാതെ വേറെ ഒന്നും കാണില്ല. ഒരു പ്രതീക്ഷയും അവർക്ക് അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല. അതിന് നമ്മൾ ഈ ബ്ലെയിം ഗെയിം എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ നരക തുല്യമായ ഈ ഒരു ജീവിതത്തിലൂടെ ആയിരിക്കും മിക്ക ആൾക്കാരും പോകുന്നത്. അവരുടെ ഈ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ അവരുടെ ജീവിത നിലവാരം വളരെ താഴ്ന്നിട്ടായിരിക്കും ഉണ്ടാവുക. അവർ കാര്യങ്ങൾ കാണുന്നതും ആ ഒരു ഇതിലായിരിക്കും. അപ്പൊ മിക്ക ആൾക്കാരും മറ്റുള്ളവരെ തന്നെയും മറ്റുള്ളവരെ നോക്കി കാണുന്നത് എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അപ്പൊ ഒരാള് 200 എന്ന ഫ്രീക്വൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരാൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. അതാണ് ഈ 200 ഫ്രീക്വൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഈ 200 ഫ്രീക്വൻസി എന്ന് പറയുന്നത് കറേജ് ആണ്, അതായത് ധൈര്യം ഉള്ള ഒരു മാനസികാവസ്ഥ, എന്തും നേരിടാനുള്ള അവസ്ഥ. ഈ ഒരു 200 ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴാണ് പലർക്കും പല കത്തലുകളും കത്തുന്നത്. ഓക്കെ, അവർ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്നതും അഡ്മിറ്റ് ചെയ്യുന്നതും അവെയർ ആവുന്നതും ഒക്കെ ഈ കറേജ് എന്ന ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴാണ്. അപ്പോഴാണ് പലർക്കും മുന്നോട്ടേക്ക് പോകാനുള്ള കൂടുതൽ കൂടുതൽ ഊർജം കിട്ടുന്നതും അവരുടെ ലൈഫ് കൂടുതൽ ചേഞ്ച് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതും ഇവോൾവ് ചെയ്ത് തന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി മുതൽ നമുക്ക് പോസിറ്റീവ് തോട്ട്സിന്റെ ഒരു തലമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഈ 200 മുതൽ 1000 വരെ എന്താണ് ഒരാളുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ആണ്, റേഞ്ച് ഓഫ് എനർജി ആണ് എന്ന് നമുക്ക് പറയാം.
ഓക്കെ. അപ്പൊ ഈ 200-ൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവര് എന്താണ് ധൈര്യത്തോടെ നിൽക്കുമ്പോൾ അവരെന്തിനും റെഡി ആയിരിക്കും, എന്തും സ്വീകരിക്കാൻ റെഡി ആയിരിക്കും. അതിൽ നിന്നുകൊണ്ട് അവര് സെൽഫിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്ക് അവരുടെ എനർജി ലെവലും അവരുടെ ബോധതലം അവർക്ക് ഇങ്ങനെ ഉയർത്തി 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 കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. ആക്ച്വലി നമ്മളെല്ലാരെയും നമ്മളെ എനർജി എന്ന് പറയുന്നത് നമ്മൾ സ്പിരിച്വൽ എനർജി എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ നമ്മളെ ഉള്ളിലുള്ള ആ സ്പിരിച്വൽ എനർജി ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് 1000 ഫ്രീക്വൻസിയിലൊക്കെയാണ്. അപ്പം ഈ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഫോമിൽ നിൽക്കുന്ന ഫ്രീക്വൻസി പൊതുവെ ഈ ലോകത്തിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും സ്പിരിച്വൽ ലീഡേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അച്ചീവ് ചെയ്യുള്ളൂ. കാരണം ഈ 1000 എന്ന് പറയുന്നത് എൻലൈറ്റ്മെന്റ് സ്റ്റേജ് ആണ്. ഓക്കെ. എൻലൈറ്റ്മെന്റ് അതിലേക്ക് എത്താന്ന് പറഞ്ഞത് കുറച്ച് കൂടിയ എനർജിയുള്ള ആൾക്കാർക്കാണ് പറ്റുക. അപ്പൊ ഈ കറേജ് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് 250, 300, 400, 500 ഒക്കെ പോകുമ്പോഴാണ് അവർ ആ ഒരു ലെവലിലേക്ക് അവര് മാനസികാവസ്ഥ അവർക്ക് ഉയർത്തി 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 കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമുക്ക് കാണാം അതായത് ലവ്, ജോയ്, പീസ് ഒക്കെ, അതായത് സന്തോഷം, സമാധാനം എന്നൊക്കെയുള്ള കുറെ സ്റ്റേറ്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളെ ഉള്ളിൽ നമ്മൾ എപ്പോഴും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ട് നടക്കുകയും അതിനെ എംബ്രേസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ആ ലെവലിലേക്ക് ഉയരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ലവ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സ്വയം സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാനും പറ്റുന്ന ആ ഒരു അവസ്ഥയാണ് ലവ് സ്റ്റേറ്റ് എന്നത്. അതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹയർ എനർജി, ഹയർ വൈബ്രേഷൻ, ഹയർ ഫ്രീക്വൻസിയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ അത്രക്കും സെൽഫിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ജോയ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പൊതുവെ ജോയ് എന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ അവസ്ഥയാണ് അല്ലെ. ഇപ്പൊ കുട്ടികളെ നോക്കിയാല് അവർ ഭയങ്കര ഫ്രീ ആയിട്ട് ഓടിച്ചാടി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അവരുടെ എനർജി എപ്പോഴും ഹൈ ആയിരിക്കും. അവർക്ക് ഒരിക്കലും മടുപ്പ് തോന്നില്ല. അവരെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് ആക്ച്വലി ഈ ലവ് കഴിഞ്ഞിട്ട് വരുന്ന ജോയ് സ്റ്റേറ്റ്. അതായത് അങ്ങനെയുള്ള ഒരു അവസ്ഥ പലപ്പോഴും മുതിർന്നു കഴിഞ്ഞാൽ പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവർ വിചാരിക്കുന്നത് അതൊക്കെ ഒരു കുട്ടിക്ക് വേണ്ട അവസ്ഥയാണ് എന്നുള്ളതാണ് അവരുടെയൊക്കെ ധാരണ എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ശരിക്കും മുതിർന്നവർ കീപ്പ് ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥയാണ് ഈ ജോയ് സ്റ്റേറ്റ് എന്നുള്ളത്. കാരണം ഈ ജോയ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സിമ്പിൾ ആക്കി കാണാൻ പറ്റും. ഇപ്പൊ ലൈഫിന് തന്നെ, ജീവിതത്തിന് തന്നെ വളരെ സന്തോഷവും സമാധാനവും സിമ്പിൾ ആക്കി നമുക്ക് നോക്കി കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ ലവ്, ജോയ് ആൻഡ് പീസ് സ്റ്റേറ്റിൽ എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ബിലോ 200 ഫ്രീക്വൻസിയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ഒരു ഫീലിംഗ് ആയിരിക്കും. എന്തിനും ഏതിനും നമ്മൾ ഫോഴ്സ് അപ്ലൈ, ബലം പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിനെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് ഇങ്ങനെ നയിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുക. പക്ഷെ ഈ 200 കയറി കഴിഞ്ഞാല് നമ്മളെ ലൈഫ് ഇങ്ങനെ താനേ താനേ സിമ്പിൾ ആയിട്ട് വരുന്നതും ഈസ് ആയിട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നു. നമ്മളൊന്ന് വിചാരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കുന്നു. അതേപോലെ സന്തോഷം നമ്മളിലേക്ക് വന്നു ചേരുന്നു. അപ്പൊ ഈ നമ്മളിലേക്ക് വന്നു ചേരുന്നു എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് സ്റ്റാർട്ട് വിത്തിൻ അസ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ ഉള്ളിൽ സന്തോഷം വരുമ്പോ, നമ്മളെ ഉള്ളില് വെളിച്ചം വരുമ്പോ, നമ്മളെ ഉള്ളില് സമാധാനം വരുമ്പോ അത് നമുക്ക് പുറത്തും റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും താഴ്ന്ന ഫ്രീക്വൻസിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അത്തരം നമ്മളെ ജീവിതവും അങ്ങനെ ആയിരിക്കും. അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നമ്മൾ ഇടപഴകുന്നതും നമ്മൾ കാണുന്നതും. കാരണം നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണോ നിൽക്കുന്നത് ആ ഫ്രീക്വൻസിയുള്ള ആൾക്കാരായിരിക്കും നമ്മൾ കൂടുതൽ കണക്റ്റഡ് ആവാനുള്ളത്. അപ്പൊ വൺസ് നമ്മൾ 200 കയറി കഴിഞ്ഞാല് നമ്മൾ കാണുന്ന ആൾക്കാർ മാറും, നമ്മളെ അനുഭവങ്ങൾ മാറും, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീലിംഗ് മാറും, എല്ലാം മാറി മാറി. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ബാക്കിയുള്ളവർ, ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മോശമായ സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ വളരെ കുറ്റപ്പെടുത്തിയിട്ടാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ പേടിയോടുകൂടിയാണ് പല കാര്യങ്ങളും നമ്മൾ സമീപിക്കുന്നതെങ്കിൽ, നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളെ എനർജീനെ നമ്മൾ കൂട്ടി 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 വരിക എന്നുള്ളത്. അപ്പൊ നമ്മളെ എനർജീനെ നമ്മൾ കൂട്ടി കൂട്ടി വരുമ്പോൾ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ എനർജിയും കൂടി വരുന്നതായിട്ട് കാണും. അത് എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മളെ പ്രപഞ്ച നിയമപ്രകാരം ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ അത് തന്നെയായിരിക്കും നമുക്ക് വന്നു ചേരുന്ന കാര്യങ്ങളും അത് തന്നെ ആയിരിക്കും.
അപ്പൊ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആണ് നമ്മളെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ. നമ്മൾ എന്താണോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അത് നമ്മളിൽ കൊണ്ടുവരാം. അത് നമ്മളിൽ കൊണ്ടുവന്നാൽ അത്തരം കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചുറ്റിലും അനുഭവിക്കാനും പറ്റുക ഉള്ളതാണ്. അപ്പൊ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ, അപ്പൊ ഈ 17 ലെവലിനെ നമ്മളൊരു 17 ലെവലുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ട് കരുതുകയാണെങ്കിൽ, ഈ ഏറ്റവും താഴ്ന്ന നിലയിൽ സൗകര്യങ്ങളൊക്കെ കുറവായിട്ടുള്ള, അതായത് ഫസ്റ്റ് ഫ്ലാറ്റിൽ സൗകര്യങ്ങളൊക്കെ കുറവായിട്ടുള്ള, കുറച്ച് പരാധീനതകളൊക്കെ ഉള്ള, ഇടുങ്ങിയ മുറികളൊക്കെ ഉള്ള ഒരു നിലയായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പൊ അതിന്റെ ഓരോ നില കൂടി കൂടി വരുമ്പോഴും അതിന്റെ സൗകര്യങ്ങൾ കൂടുന്നു, അതിനുള്ള ആൾക്കാരുടെ ചിന്താനില കൂടുന്നു, അവരെ നോക്കിക്കാണുന്ന ജീവിതത്തിനെ നോക്കിക്കാണുന്ന രീതി മാറുന്നു. അങ്ങനെ പലത് മാറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പം ഈ ലെവൽ കൂടുന്നതിനനുസരിച്ച് ഈ ഹോട്ടലിനൊക്കെ നമ്മൾ സ്റ്റാർ ഇട്ട് കൊടുക്കല്ലോ, അതുപോലെ നമ്മൾ ഈ ഫ്ലാറ്റിന്റെ സ്റ്റാറും ഇങ്ങനെ കൂടി കൂടി വരികയാണ്. 4 സ്റ്റാർ ഉള്ള 5 സ്റ്റാർ ആവുന്നു, 6 സ്റ്റാർ ആവുന്നു, 7 സ്റ്റാർ ആവുന്നു. അങ്ങനെ ഈ സ്റ്റാർ കൂടി കൂടി വരുന്നു. അങ്ങനെ ഏറ്റവും ടോപ്പിൽ എത്തുന്ന ഫ്ലാറ്റ് എന്ന് പറയുന്നത് എല്ലാ ആഡംബരവും, എല്ലാ ആഢ്യതയും, എല്ലാ സൗകര്യങ്ങളും, ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അവൻ എന്തൊക്കെ നല്ലത് അനുഭവിക്കാൻ പറ്റുമോ അതെല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഫ്ലാറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. അതാണ് നമ്മൾ പറയുന്ന എൻലൈറ്റ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ ജോയ്, ലവ്, എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് അതായിരിക്കും. അപ്പം ഇതില് ഈ താഴെ നിൽക്കുന്ന ആൾക്കാർ, 200 ബിലോ ഫ്രീക്വൻസി നിൽക്കുന്ന ആൾക്കാരെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇവരെപ്പോഴും ഇവരെ ചുറ്റുപാടിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞായിരിക്കും അവരിങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ആ ഒരു ചുറ്റിക്കറങ്ങലായിരിക്കും അവർക്ക് ഉണ്ടാവാന്നുള്ളതാണ്. അപ്പൊ ഇവര് മേലോട്ട് നോക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഇവർക്ക് മേലെ പോകാനുള്ള ഒരു അവസരമുണ്ട്, നല്ല ഫ്ലാറ്റിലേക്ക് മാറാനുള്ള ഒരു അവസരം ഇവർക്കുണ്ട് എന്ന് അറിയാതെ തന്നെ ഇവർ ഈ താഴത്ത് ഈ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് തന്നെ ഇവരിവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ശരിക്കും മേലെ കയറി കഴിഞ്ഞാൽ ഇവർക്ക് പല കാര്യങ്ങളും, നല്ല കാര്യങ്ങളും ഇവർക്ക് അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതറിയാതെ തന്നെ അവർ ഈ ഫ്ലാറ്റിന്റെ താഴത്ത് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്ലാറ്റിനെ നമുക്ക് ശരിക്കും ഈ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതില് ഉം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്ക ആൾക്കാരും 200 ഫ്രീക്വൻസി ബിലോ ആണ് നിൽക്കുന്നത്. അപ്പം ഇവർക്ക് ധൈര്യമില്ല, മുന്നോട്ടേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ ഈ 200 എന്ന ഫ്രീക്വൻസിയിലേക്ക്, ആ ഒരു എനർജിയിലേക്ക് ഒരാൾക്ക് എത്തിപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല്, പലരും ജീവിക്കുന്നത് നമ്മളെ പാസ്റ്റ് ലൈഫ്, നമ്മളെ കഴിഞ്ഞു പോയ ജീവിതം എന്താണ് എന്ന് ആലോചിച്ച് അതിന്റെ അനുഭവങ്ങളിലാണ് പലരും ജീവിക്കുന്നത് തന്നെ. അപ്പൊ ഇത്തരം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആക്കി വിടുകയാണെങ്കിൽ, നമ്മളെ ലൈഫിൽ നിന്ന് ഫ്രീ ആക്കി വിടുകയാണെങ്കിൽ, നമുക്ക് ഈ 200 എന്നുള്ള എനർജി ലെവൽ കീപ്പ് ചെയ്യാനും അതിന്റെ മുകളിലേക്ക് പോകാനും സാധിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞു പോയ കാലങ്ങളിൽ നിന്ന് പാഠങ്ങൾ നമ്മളെ മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടാവും, അല്ലെ? ഇപ്പൊ നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മളൊന്ന് ബാക്കോട്ടേക്ക് തിരിഞ്ഞു പോകും, ഇതിനു മുന്നേ ഞാൻ ഇതുപോലെ ചെയ്തിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ പാഠം എന്താണ്, എന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, എന്ത് സാഹചര്യമായിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള ഓർമ്മകൾ നമ്മളെ ഉള്ളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ അത് നോക്കുമ്പം അന്ന് അവിടെ പ്രശ്നമാണ് ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് അവിടെ ബ്ലോക്ക് ആണ് ഉണ്ടായിരുന്നെങ്കിൽ, അതേപോലെ തന്നെ ആവാനാണ് ഇനിയും ചാൻസ് എന്നുള്ള അറിവായിരിക്കും നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മളെ എന്തെങ്കിലും ഒന്ന് കാര്യം മുന്നോട്ടേക്ക്, ഒരു ചേഞ്ച്, ഒരു മാറ്റം നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യമാവില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെ പിടിച്ചു നിർത്തുന്ന കുറെ പഴയകാല അനുഭവങ്ങള് നമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മളെ മുന്നോട്ടേക്ക് പോകാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന്. അപ്പം ഇതിനെ നമ്മളെ പഴയ കാലത്ത് നമ്മൾ എന്തൊക്കെ ദുരിതങ്ങൾ നമുക്കുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട്, അപ്പൊ നമ്മൾ പറയും ഫൊർഗീവ് ചെയ്യാന്ന് പറയും, അതായത് മാപ്പ് കൊടുക്കുക എന്ന് പറയും. അത് നമുക്കും കൊടുക്കണം, നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർക്കും കൊടുക്കണം, ദൈവത്തിനോടും ചോദിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി വരുമ്പോൾ നമുക്ക് നമ്മൾ ഫ്രീ ആയിട്ട് മാറും, നമ്മൾ ചിന്തിക്കുന്ന രീതി മാറും, നമ്മൾ കാര്യങ്ങൾ നോക്കി കാണുന്ന രീതി മാറും. അപ്പൊ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുള്ളതാണ്. അതായത് പേടിയിൽ നിന്നും, ദേഷ്യത്തിൽ നിന്നും, എന്താണ്, ദുരിതം അനുഭവിക്കുന്ന ജീവിതത്തിൽ നിന്നും ഒക്കെ നമുക്ക് നമ്മളെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ പറ്റുന്നതാണ്, സ്നേഹം നിറയ്ക്കാൻ പറ്റുന്നതാണ്.
നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഇതിലൂടെ ഒരു മാറ്റം വരുത്താൻ പറ്റണം. അപ്പൊ എങ്ങനെ ഫ്രീ ആക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ അതിന് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, രണ്ടാമത് നമ്മൾ ആദ്യം നമ്മൾ അവെയർ ആക്കുക, പിന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവെയർ ആവുക എന്നുള്ളത് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ 17 ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലായിരിക്കും മിക്ക ആൾക്കാരും ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഏത് മാനസികാവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ 17 ലെവല് പറഞ്ഞതിൽ തന്നെ പല ലെവലുകൾ ഇപ്പൊ പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ഓരോരുത്തർക്കും ബേസിക് ആയിട്ട് ഒരു കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കും. ആ ബേസിക് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ഏതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മുടെ മാനസികാവസ്ഥ നമുക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പിടിച്ചു വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളിൽ ഒരുപാട് ബിലീഫ് സിസ്റ്റം ഉണ്ടാവും, വിശ്വാസങ്ങൾ ഉണ്ടാവും, നെഗറ്റീവ് പ്രോഗ്രാംസ് ഉണ്ടാവും. ഈ വിശ്വാസങ്ങളാണ് ആക്ച്വലി നമ്മളെ ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നതിൽ നിന്നും നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി വരുന്നതിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്ന കാര്യം എന്നത്. അപ്പൊ ഇതെന്താണെന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ്. സോ ഈ ബിലീഫ് സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിനെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എന്താണ് ഈ ബിലീഫ് സിസ്റ്റം എന്ന് നമ്മൾ നോക്കണം. അപ്പൊ ഇതിന് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പല കാര്യങ്ങളുണ്ടാവും അല്ലെ? അപ്പൊ ഈ ലൈഫിലേക്ക് വരുന്ന പല കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാള് രണ്ട് കുട്ടികൾ നിൽക്കുന്നു. അപ്പൊ ഒരാള് വന്നിട്ട് പറയുന്നു, രണ്ട് കുട്ടികളോടും പറയുന്നു, നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ എന്ന് പറയുന്നു. അപ്പൊ ഒരു കുട്ടി അത് എടുക്കുന്നത് ഇവൻ എന്നെ ആക്കിയതാണോ എന്നുള്ള ചിന്തയിലാണ് ഒരു കുട്ടി എടുക്കുന്നത്. മറ്റേ ആള് അത് രണ്ട് കൈയും നീട്ടി നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചിട്ട് പറയുന്നു, താങ്ക് യു സോ മച്ച് എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കുട്ടികളുടെയും ചിന്താരീതി വ്യത്യസ്തമായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ അവർ രണ്ടും രണ്ട് രീതിയിൽ എടുക്കുന്നത്. പക്ഷെ ഒരൊറ്റ കമന്റ് ആണ് പറഞ്ഞതെങ്കിൽ കൂടി അവരെടുക്കുന്ന രീതി രണ്ടും വ്യത്യസ്തമാണ്. അതെന്താണെന്ന് വെച്ചാല് അവരുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ബിലീഫ് സിസ്റ്റമാണ് അവരെ ഇങ്ങനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത് എന്നതാണ്. ഓക്കെ. അപ്പൊ എന്തായിരിക്കും ആ ബിലീഫ് സിസ്റ്റം? അപ്പൊ എന്തായിരിക്കും ഒന്നാമത്തെ കുട്ടി എന്നെ ആക്കിയതാണോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു വിശ്വാസം ആ കുട്ടിയുടെ ഉള്ളിലുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത് അപ്പൊ ഈ പറഞ്ഞ കുട്ടിയുടെ പ്രശ്നമല്ല, എന്റെ ഉള്ളിലുള്ള പ്രശ്നം കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത് എന്ന് ആ കുട്ടിക്ക് തിരിച്ചറിയുന്ന സന്ദർഭമാണ് ആക്ച്വലി അവയർനെസ് എന്ന് പറയുന്നത്. ആ എന്നെ കാണാൻ സുന്ദരിയാണല്ലോ എന്ന് ഒരു കുട്ടി വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് ആക്കിയതുപോലെ തോന്നുകയും മറ്റേ കുട്ടി താങ്ക് യു സോ മച്ച് എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ എനിക്കത് ആക്കിയതായിട്ട് തോന്നണമെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന തിരിച്ചറിവാണ് അവയർനെസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അവയർനെസ് സ്റ്റേജിനാണ് നമ്മൾ ബൾബ് കത്തുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ അവയർനെസ് സ്റ്റേജിൽ അപ്പൊ എനിക്ക് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ആ കുട്ടി അവയർ ആയിട്ട് മാറും. അപ്പൊ ഈ പ്രശ്നമുണ്ട് എന്നത് ആ കുട്ടി തിരിച്ചറിയുകയും അതെന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടി അതിന് അഡ്മിറ്റ് ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ആ കുട്ടി അഡ്മിറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് മാറുന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ ഈ ചില ആൾക്കാർ പക്ഷെ ഇങ്ങനൊക്കെ തിരിച്ചറിയെങ്കിൽ കൂടി ഇങ്ങനെ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവരുടെ ഉള്ളിൽ അത്യാവശ്യം നല്ലോണം ഈഗോ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ ഈഗോ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനൊക്കെ ആണ് സംഭവങ്ങൾ എന്ന് അറിയെങ്കിൽ കൂടി അവരത് എന്ത് ചെയ്യില്ല, അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. അപ്പം പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഓക്കെ എന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അല്ല, എന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്ന് അവർ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രശ്നം അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രശ്നത്തിന് വേണ്ടി എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് കൂടി ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ പ്രശ്നമുണ്ട്, അപ്പൊ ഇത് ഇനി ഓവർകം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നെങ്കിൽ ആ കുട്ടിക്ക് എന്താ പറയാ, ഓ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഓക്കെ ഞാൻ അവെയർ ആയി, ഓക്കെ ഞാൻ അഡ്മിറ്റും ആയി, സാരല്ല, ഉണ്ടല്ലേ അത് ഇനി അങ്ങനെ വരാതെക്കാൻ തൽക്കാലം എന്ത് ചെയ്യാം, ഇനി അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മതി എന്ന രീതിയിൽ, ആ ഭാഗത്തേക്ക് അങ്ങനെ നോക്കാതിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ ആ കുട്ടി ചിന്തിക്കുകയാണെങ്കിൽ ആക്ച്വലി ആ കുട്ടി അവിടെ മറയിടുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ മറയിട്ടിട്ട് ഈ ഒരു കാര്യത്തിന് ഒഴിവാക്കുകയാണെങ്കിൽ ആക്ച്വലി ആ കുട്ടി അവിടെ ആക്സെപ്റ്റ് അല്ല ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവില്ല. അവെയർ ആയിട്ടുണ്ട്, അഡ്മിറ്റും ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാന്
റെഡി ആയിട്ടില്ല. പക്ഷെ അതേസമയം ആ കുട്ടി ചിന്തിക്കുകയാണ്, ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് മനസ്സിലായി, ഞാനിത് അഡ്മിറ്റും ചെയ്യുന്നു, ഇനി ഈ പ്രശ്നത്തിന് എങ്ങനെ തരണം ചെയ്യണം, അതിനു വേണ്ടി ഞാൻ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം എന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് അത് ആക്ച്വലി ആക്സെപ്റ്റൻസ് എന്ന ലെവലിലേക്ക് ഉയരാന്നുള്ളതാണ്. അപ്പം ഈ 3 സ്റ്റേജ്, അതായത് അവയർനെസ്, അഡ്മിറ്റിംഗ് ആൻഡ് ആക്സെപ്റ്റൻസ് എന്നുള്ള ഈ 3 സ്റ്റേജും കൂടെ കഴിയുമ്പോഴാണ് എന്താകുക, ഒരാൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനുള്ളത്. അപ്പോൾ എവല്യൂഷൻ സംഭവിക്കുക, അവർക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നത് ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് നടക്കുമ്പോൾ മാത്രമാണ് സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ എപ്പം ഒരുമിച്ച് നടക്കുമ്പോഴാണ് ഒരാളെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വന്നത്. അവിടെയാണ് ട്രാൻസ്ഫോർമേഷന്റെ ഇമ്പോർട്ടൻസും. ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയല്, നമ്മൾ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടി പറയും. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി തന്നെ ഉള്ളിലേക്കുള്ള യാത്ര എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഉള്ളിലാണ് ഇങ്ങനത്തെ കുറെ ബിലീഫ് സിസ്റ്റം നമ്മളെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത്. അപ്പൊ നമ്മളെ ഉള്ളിൽ ഇങ്ങനത്തെ കുറെ ബിലീഫ് സിസ്റ്റം ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ അൺലേൺ ചെയ്യണം, നമ്മൾ അതിനെ എടുത്ത് ഒഴിവാക്കണം. അപ്പൊ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാല്, ഓഹോ, നിന്റെ ഉള്ളിൽ ഇങ്ങനൊക്കെ ഉണ്ടല്ലേ, എന്നാ പിന്നെ എനിക്ക് ആ ഒരു പ്രശ്നം എന്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ, ആ ഇഷ്ടമില്ലാതെ നമ്മൾ അതിനെടുത്ത് ഒഴിവാക്കാൻ നിന്നാൽ അത് സർവ്വ രീതിയിലും അത് പ്രതിരോധിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം നമ്മളെ കൂടെ നിന്ന ആളെ പെട്ടെന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ആളെ പെട്ടെന്ന് നമ്മൾ ഒഴിവാക്കാൻ നോക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അവരതിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ ഫ്രിക്ഷൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, വളരെ സൗമ്യമായി നിന്നുകൊണ്ട് തന്നെ, കാമായിട്ട് നിന്നുകൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പുറത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതാണ് ആക്ച്വലി നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളെ ഉള്ളിലെ ഈ വേണ്ടാത്ത വിചാരങ്ങള്, വികാരങ്ങളെയും ഇമോഷൻസിനെയും തോട്ട്സിനെയും ഒക്കെ നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റും, അൺലേൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ അൺലേൺ ചെയ്താണ് നമുക്ക് ഒരു നല്ലൊരു ട്രാൻസ്ഫോർമേഷണൽ ജേർണിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് അതാണ് ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്ന് പറയുന്നത്. സോ ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഈ ഒരു ജേർണി നടക്കുക. വെറും ഒരു മോട്ടിവേഷൻ കൊണ്ട് മാത്രം നമുക്ക് നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല, ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മളെ സെൽഫിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം, സെൽഫിന് നന്നായിട്ട് വർക്ക് ചെയ്ത് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ നല്ല സെൽഫിന്റെ അടുത്ത് കൂടെ നിന്ന് ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇന്നത്തെ സെഷന് വൈൻഡപ്പ് ചെയ്യാനായി. അപ്പം എല്ലാവരും ട്രാൻസ്ഫോർമേഷണൽ ജേർണിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം അവിടെയാണ് റിയൽ ചേഞ്ച് ഉള്ളത്, അവിടെയാണ് നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ജേർണി ടുവേർഡ്സ് വിത്ത് നമ്മളെ ട്രാൻസ്ഫോർമേഷൻ നടത്തി നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ലെവലായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമുക്ക് സ്പിരിച്വൽ എലവേഷൻ കിട്ടും, നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ മാറും, നമ്മുടെ മാനസികാവസ്ഥ മാറും, നമ്മുടെ വിചാരങ്ങൾ മാറും, നമ്മുടെ ലൈഫ് നമുക്ക് കളർഫുൾ ആക്കാൻ പറ്റും, സന്തോഷമുള്ളതാക്കാൻ പറ്റും, സമാധാനമുള്ളതാക്കാൻ പറ്റും. അപ്പം ഇത്തരം രീതിയിൽ നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ഹാവ് ടു ഫോക്കസ് ഓൺ അവർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. അല്ലാതെ വെറും ഒരു മോട്ടിവേഷൻ കൊണ്ട് ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ എനിവേസ്, താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ലിസണിങ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.